ആർക്കും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത ഒരു ഘട്ടമാണ് വാർദ്ധക്യകാലം. ജീവിതത്തിൻ്റെ നല്ല പ്രായം പിന്നിട്ട് എത്തിപ്പെടുന്ന ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഇത്. ഓരോ രക്ഷിതാക്കളുടെയും കഠിനാധ്വാനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെയുമാണ് അടുത്ത തലമുറ നല്ല രീതിയിൽ ജീവിക്കാനാകുന്ന തരത്തിലുള്ള സ്ഥിതിയിൽ എത്തുന്നത്. ജീവിതത്തിൻ്റെ സായാഹ്ന ഘട്ടത്തിലേക്ക് കടന്ന വയോജനങ്ങൾക്ക് താങ്ങായിരിക്കുകയാണ് മലപ്പുറം കാടാമ്പുഴ ജനമൈത്രി പോലീസ്. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജനമൈത്രി പോലീസും സഫ ഹോസ്പിറ്റലും ചേർന്നാണ് വയോജനങ്ങളെ ചേർത്ത് പിടിച്ചും അവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചും അവർക്ക് വേണ്ട മരുന്നും ഭക്ഷണവും ഒരുക്കി ആടിയും പാടിയും കഥകൾ പറഞ്ഞും ഒരു ദിവസം കാടാമ്പുഴ പോലീസ് അവർക്ക് വേണ്ടി ചെലവഴിച്ചത്. വയോജനങ്ങൾക്ക് വേണ്ടി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു. SI സുധീർ കുമാറിന്റെ കുടുംബത്തിനു വേണ്ടി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കേരള പോലീസ് അസോസിയേഷനും സംയുക്തമായി സ്വരൂപിച്ച കുടുംബ സഹായ നിധി വിതരണവും ചടങ്ങിൽ നടന്നു. കാടാമ്പുഴ പോലീസ് IPSHO പുനത്തിൽ സംഗീത് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കോട്ടക്കൽ മണ്ഡലം MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരിക്കുകയും വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും വയോജനങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ സംരക്ഷണം എങ്ങനെ നടത്താമെന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന ദിനമാണ്. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് കാടാമ്പുഴ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് അസോസിയേഷന്റെയും സഫ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ വയോജന ദിനത്തോടനുബന്ധിച്ചുള്ള മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ ബോധവൽക്കരണവും ഈ ചടങ്ങും സംഘടിപ്പിക്കപ്പെട്ട PM പ്രദീപ്, KK ബാലകൃഷ്ണൻ, CP പ്രദീപ് കുമാർ, സിനീഷ് K, സന്തോഷ് M, യുവ സാഹിത്യകാരൻ നിതീഷ് മാലുമേൽ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിന, വൈസ് പ്രസിഡന്റ് OP കുഞ്ഞു മുഹമ്മദ്, അൽദാൻ കുബൂസ് മാനേജിംഗ് ഡയറക്ടർ തയ്യിൽ സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. താനൂർ DYSP ബെന്നി മുഖ്യ പ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ബഹുമാന്യ MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇത്രത്തോളം വയോജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇനി തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ ഇതിൽ എത്രയോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മുടെ നാട് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പേപ്പറിലെ വാർത്തകൾ വളരെ ആദിയോടുകൂടി തന്നെ നമ്മൾ കേരള സമൂഹം കാണേണ്ട ഒന്നാണ്. 2026 40% ആളുകൾ കേരളത്തിലുള്ളവർ വയോജനങ്ങളായിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥ. 26 എന്ന് പറയുന്ന ഒരുപാട് ദൂരെയുള്ള കാലഘട്ടങ്ങളൊന്നുമല്ല. നമ്മൾ 23 അവസാനത്തോട് പോകുന്നു. ഇനിയിപ്പോ 24, 25 2 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ അവസ്ഥ അതിങ്ങനെയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വർഷം കഴിയുമ്പോഴും അതിന്റെ
ശതമാനക്കണക്ക് കൂടി വരികയില്ലാതെ കുറയുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നമുക്ക് നമ്മുടെ ഈ ചുറ്റുവട്ടത്തു നിന്നുള്ള വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ വെച്ച് നോക്കിയാൽ +2 കഴിഞ്ഞാൽ എല്ലാവർക്കും പോകേണ്ടത് UK, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശരത്നാഥ് സ്വാഗതവും പബ്ലിക് റിലേഷൻ ഓഫീസർ അരുൺകുമാർ നന്ദിയും പറഞ്ഞു. കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്തായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അൽദാൻ കുബൂസ് സ്നേഹ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.